Dear students, welcome to the class of Managerial Economics. ഇപ്പോൾ നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്. നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്താണ് അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞു, എക്കണോമിക്സിനെ പറ്റിയും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണിത് തമ്മിലുള്ള വ്യത്യാസം അതാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നോക്കിക്കോളൂ. എക്കണോമിക്സ് formulates laws. Managerial economics applies such laws to decision making in business. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുക, അതായത് പുതിയ പുതിയ തിയറീസ് ഉണ്ടാക്കുക. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലോ ആ തിയറീസ്, ആ നിയമങ്ങൾ എന്തിലേക്ക് ഇടുക, നമ്മൾ പ്രാക്ടീസിലേക്ക് ഇടുക, അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇടുക. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് വൺ, ഡീൽസ് വിത്ത് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ. ഡീൽസ് ലാർജ്ലി വിത്ത് മൈക്രോ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്കണോമി മൊത്തത്തിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ മൈക്രോ ആസ്പെക്റ്റും വരും, മാക്രോയും വരും. രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എന്ത് എക്കണോമിക്സിൽ നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് മൈക്രോ എന്ന് പറഞ്ഞാൽ മാനേജറിയൽ എക്കണോമിക്സിൽ എന്ത് മാത്രമാണ് കൂടുതൽ, മൈക്രോ മാത്രമാണ്. ഒരു സിംഗിൾ ഫേമിനെ പറ്റിയാണ് എന്ത് പഠിക്കുക മാനേജറിയൽ എക്കണോമിക്സിൽ പറയുന്നത്. നെക്സ്റ്റ്, deals with all theories of distribution, namely rent, wages, interest and profit. Deals with profit theory only. അപ്പോൾ എക്കണോമിക്സിൽ എല്ലാ കാര്യങ്ങളും റെൻറ്റ്, വേജസ്, നമ്മളെ കോസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം പറയും. അതായത് കോസ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, പ്രോഫിറ്റ് മാത്രമല്ല എല്ലാത്തിനെയും പറ്റിയും പറയും. നേരെ മറിച്ച് മാനേജറിയൽ എക്കണോമിക്സിൽ എന്ത് തിയറി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, പ്രോഫിറ്റ് തിയറി ഓൺലി. ദെൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്, എന്തൊക്കെയാണ്, പോസിറ്റീവാണ്, നോർമേറ്റീവാണ്. നമ്മൾ നോർമേറ്റീവ് സയൻസ് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. മാനേജറിയൽ എക്കണോമിക്സ് എന്ത് മാത്രമാണ്, ഓൺലി നോർമേറ്റീവ് സയൻസ്. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമ്മളൊരു സർക്കംസ്റ്റാൻസിൽ സിറ്റുവേഷൻ അനുസരിച്ച് ഡിസിഷൻ എടുക്കുക. അതാണ് ഇതിൽ വരുന്നത്. മറ്റേതിൽ എന്തും കൂടെ എല്ലാം വരും. എപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുകയും ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്, ഡീൽസ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്റ്റ്, സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് എ ഫേം ഓൺലി. ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. ഒന്ന് തിയററ്റിയാണ്, എക്കണോമിക്സ് തിയറീസ് ആണ്. മറ്റേത് മാനേജറിയൽ എക്കണോമിക്സ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, പ്രാഗ്മാറ്റിക് ആണ്. ദെൻ സ്റ്റഡി ഓഫ് ബോത്ത് ദ ഫേം ആൻഡ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഫേമിനെ പറ്റിയും പഠിക്കും, ഇൻഡിവിജ്വലിനെ പറ്റിയും പഠിക്കും. എവിടെ, എക്കണോമിക്സിൽ. ബട്ട് എന്താണ് മാനേജറിയൽ എക്കണോമിക്സിൽ എന്താണ്, പ്രോബ്ലംസ് ഓഫ് എ ഫേം ഓൺലി. ഒരു ഫേമിൻ്റെ എന്താ പറയുക പ്രോബ്ലംസ് മാത്രമാണ്. മാനേജീരിയൽ എക്കണോമിക്സ് ആണ്, മാനേജ്മെൻറ്റ് എക്കണോമിക്സ് ആണ്. ദെൻ കൺസിഡേഴ്സ് ഓൺലി ദ എക്കണോമിക് ഫാക്ടേഴ്സ്. കൺസിഡേഴ്സ് ബോത്ത് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ എക്കണോമിക്സിൽ എക്കണോമിക് ഫാക്ടേഴ്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സിൽ എന്താണ്, ഒരു വേജസ്, ഒരു എംപ്ലോയറുടെ പ്രശ്നങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യും, അയാളുടെ എന്താ പറയുക അയാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് നോൺ എക്കണോമിക് പ്രോബ്ലംസും കൂടെ അതിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ദെൻ ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ, ഇറ്റ് സ്റ്റഡീസ് മാനേജറിയൽ ബിഹേവിയർ, വൈഡ് സ്കോപ്പ്, ലിമിറ്റഡ് സ്കോപ്പ്. ഇത്രയാണ് എന്ത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഒബ്ജക്റ്റീവ്സ്, അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, ടു ഇൻ്റഗ്രേറ്റ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസസ്. നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം തന്നെ എന്താണ്, എക്കണോമിക് തിയറീനെ എന്തിലേക്ക് കൊണ്ടുവരിക, ബിസിനസ്സിൻ്റെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ എയിം. സെക്കൻഡ് വൺ, ടു അപ്ലൈ എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. നമ്മൾ എക്കണോമിക് കൺസെപ്റ്റ്സും തിയറീസും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. Then to employ the most modern instruments and tools to solve business problems. ഏറ്റവും നല്ല മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുക. ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ദ ഒപ്റ്റിമൽ മാനർ. നമ്മളെ കയ്യിൽ ഞാൻ പറഞ്ഞു റിസോഴ്സ് എന്താണ്, ഏറ്റവും കുറവേ ഉള്ളൂ, അതായത് സ്കേഴ്സ് ആണ്, ദുർലഭമാണ്. ആ ഉള്ള റിസോഴ്സിന് എന്ത് ചെയ്യുക, അതിൻ്റെ ഏറ്റവും നല്ല ഒപ്റ്റിമൽ മാനറിൽ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. ടു മേക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫേം. എന്താണ് എല്ലാ രീതിയിലും എന്ത് ചെയ്യുക, ഒരു ഫേമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
ടു മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുക, അതായത് എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അറിയാത്ത കാര്യം ചെയ്യുമ്പോഴാണ് അത് റിസ്ക്കാണ്. അപ്പോൾ അത് അറിയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അത് റിസ്ക് കുറഞ്ഞല്ലേ, അതാണ്. ടു ഹെൽപ്പ് ഇൻ ഡിമാൻഡ് ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡും സെയിൽസും ഒക്കെ എന്താ പറയുക, പ്ലാൻ ചെയ്യാൻ, നമുക്ക് മുൻകൂട്ടി അറിയാൻ, ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. നാളെ എത്ര ഡിമാൻഡ് ഉണ്ടാവും, നാളെ പ്രോഡക്റ്റ് ആളുകൾ വാങ്ങുമോ, നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെയാണെങ്കിൽ ആളുകൾ വാങ്ങുമോ, ഓക്കെ, അത് ചെയ്ത് കൊടുക്കുക. ടു ഹെൽപ്പ് ഇൻ ഓപ്പറേഷൻ ഓഫ് എ ഫേം ബൈ ഹെൽപ്പിംഗ് ഇൻ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, നമ്മൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ബിസിനസ്സിൻ്റെ ഫേമിനെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുക. നല്ല പ്ലാനിങ് ആയിരിക്കണം, നല്ല കൺട്രോളിങ് ആയിരിക്കണം, നല്ല ഓർഗനൈസിങ് ആയിരിക്കണം. ഇതൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫേം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പ്രോഫിറ്റബിൾ ഫേം നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ദെൻ നെക്സ്റ്റ് അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇമ്പോർട്ടൻസ്, ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ. എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് മാനേജീരിയൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസിന് ആൻസർ കൊടുക്കുന്നു. അപ്പോൾ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു മാനേജർ എന്ത് ചെയ്യാണ്, ഇതെന്താ ചെയ്യുക എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യാം, അത് ആര് പറഞ്ഞു കൊടുക്കുന്നു, എക്കണോമിക്സ് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വാരിയസ് എക്കണോമിക് വാരിയബിൾസ്, പല രീതിയിലുള്ള വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കറിയാം ടോട്ടൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, ഇങ്ങനെ പല വാരിയബിൾസും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ സഹായിക്കുക. ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ്, അറിയാമല്ലോ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്, ബിസിനസ്സിൻ്റെ പലതരം പ്ലാൻസ്, പോളിസീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ഒപ്റ്റിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്, കോസ്റ്റ്, പ്രൈസ് ആൻഡ് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റും എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതും എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ആര്, മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. താങ്ക് യു.